എല്ലാവർക്കും നമ്മൾ പ്രതീക്ഷിക്കുന്ന നിലവാരം ഉണ്ടാകണമെന്നില്ല. കല്യാണ കമ്പോളത്തിലെ പെരുമാറ്റവും സംഭാഷണവും ഒക്കെ ഏറെക്കുറെ കച്ചവടത്തിൻ്റെതായിരിക്കും. ദിലീപിന്റെ മുഖഭാവത്തിൽ നിന്നും ആ അളിയന്മാരെ മനസ്സോടെ കൂട്ടിക്കൊണ്ടുവന്നതാണെന്ന് തോന്നുന്നില്ല. ചില ചടങ്ങുകൾ ഒഴിവാക്കാനാവില്ലല്ലോ മോളെ, അതുകൊണ്ടാവും. എന്നാലും അവരുടെ പ്രത്യേക നോട്ടും ചോദ്യങ്ങളും അതൊക്കെ ഓർക്കുമ്പോൾ ഒന്നും വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നു. ജീവിതം ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നതാ നല്ലത്. പുതിയ ആൾക്കാരുടെ പുതിയ വിചാരണകൾക്ക് മുമ്പിൽ നിന്നു കൊടുക്കേണ്ടതില്ലല്ലോ. ഒരു നല്ല ഭാവിക്ക് വേണ്ടി ചില ത്യാഗങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടി വരും മോളെ. അച്ഛനിഷ്ടമുണ്ടായിട്ടാണോ അവരുടെ അസഹ്യമായ സംഭാഷണം കേട്ടിരുന്നത്? അക്കരെ എത്താൻ പുഴ കടന്നേ പറ്റൂ. ആദ്യത്തെ വിവാഹ ബന്ധത്തെ പറ്റിയൊക്കെ അറിഞ്ഞിട്ടല്ലേ അവരിങ്ങോട്ട് എത്തിയത്. പിന്നെന്തിനാ രണ്ടാം ഘട്ടം റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്? പുതിയ ബന്ധം വേണമെന്ന് നിർബന്ധമായിരുന്നെങ്കിൽ എന്തിന് ഇങ്ങോട്ട് വന്നു? കച്ചവടക്കാരാവുമ്പോൾ അങ്ങനെ പലതും പറഞ്ഞു വന്നിരിക്കും. പക്ഷേ ഇത് അവരുടെ ആവശ്യമല്ല, നമ്മുടെ ആവശ്യമാണ്. നമുക്ക് വേണ്ടത് ദിലീപിനെ മാത്രമല്ലേ. അയാളുടെ സ്വഭാവത്തിലെ മാന്യത ബന്ധുക്കളിലും ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചാൽ ബുദ്ധിമുട്ടാവും മോളെ. അളിയന്മാരെന്ന് പറഞ്ഞ സഹോദരിമാരുടെ ഭർത്താക്കന്മാർ, ഔട്ട്സൈഡേഴ്സ്, അവർക്കൊക്കെ നിന്റെ ജീവിതത്തിൽ എന്ത് റോൾ ഉണ്ടാവും? അവരുടെ പെണ്ണ് കാണലൊക്കെ വെറും ഫോർമാലിറ്റി ആയിരുന്നു. പെണ്ണേതായാലും അവർക്ക് പ്രശ്നമല്ല. അവർക്ക് ആവശ്യമുള്ളത് അവർ ചോദിച്ചു. സ്ത്രീധനാവും അവർ ചോദിച്ചത്. അതെ, നമ്മുടെ വീട് അത് നിന്റെ പേരിൽ എഴുതി വെക്കണമെന്ന് പറഞ്ഞു. അച്ഛനത് സമ്മതിച്ചോ? അത് വലിയ കാര്യമൊന്നും അല്ലല്ലോ മോളെ. ദിലീപല്ല വേറൊരാളായാലും ഞാൻ ചെയ്യേണ്ടതല്ലേ. അങ്ങനെ വിലപേശൽ നടത്തിയും ഉപാധികൾ വെച്ചും എനിക്കൊരു ദാമ്പത്യം വേണ്ട. ഉപാധികളോടെ നടന്നൊരു വിവാഹം മറക്കാറൊന്നും ആയിട്ടില്ലല്ലോ. നമ്മുടെ വീടിന് ഞാൻ മാത്രമാണ് അവകാശി. യമുനയില്ലേ, ബാബു ഇല്ലേ? എന്നിട്ടാണോ എന്റെ പേർക്ക് എഴുതി വെക്കാന്ന് അച്ഛൻ അവർക്ക് വാക്ക് കൊടുത്തത്? അച്ഛൻ വാക്ക് കൊടുത്തിട്ടൊന്നും ഇല്ല മോളെ. പക്ഷെ അങ്ങനെ വേണ്ടി വന്നാലും അതിലൊരു തെറ്റുമില്ല. പക്ഷെ അച്ഛ, അതൊക്കെ അച്ഛൻ വേണ്ടതുപോലെ തീരുമാനിച്ചോളാം. നീ തൽക്കാലം അതേപ്പറ്റി ഒന്നും ആലോചിക്കണ്ട. ആ, ഞാനേ കൃഷ്ണനോട് വിവരങ്ങളൊന്ന് വിളിച്ചു പറയട്ടെ. എങ്ങനെയുണ്ട് പെണ്ണും പെണ്ണിന്റെ ആൾക്കാരും ഒക്കെ? ആൾക്കാരെന്ന് പറയാൻ എന്താ, ഒരച്ഛൻ മാത്രം, അത്ര തന്നെ. സംസാരത്തിനിടയിൽ ഈ രണ്ടാം ഘട്ടം ആവർത്തിച്ചുകൊണ്ടിരുന്നത് ഒട്ടും ശരിയായില്ല. പറയുന്നവർക്ക് അതൊരു സുഖമാണെങ്കിലും കേൾക്കുന്നവർക്ക് അരോചകായിരിക്കും. അത് മനഃപൂർവ്വം തന്നെ പറഞ്ഞതാ. ആ പ്രൊഫസറുടെ ഇരിപ്പും ഭാവവും സംസാരവും ഒക്കെ കണ്ട ഫസ്റ്റ് മാരേജ് ആണെന്ന് തോന്നും. അതുകൊണ്ട് വ്യക്തമായ ഉദ്ദേശത്തോടെ തന്നെയാ അങ്ങനെ പറഞ്ഞത്. പിന്നെ സത്യവുമാണല്ലോ. എല്ലാ സത്യങ്ങളും എല്ലാരും ഇങ്ങനെ വിളിച്ചു പറയാറില്ല. അങ്ങനെ പറഞ്ഞോണ്ടേ ഒരു കുഴപ്പമില്ല. ഇല്ലെങ്കിലേ നാളെ അവള് നിന്റെ തോളിൽ കയറി ചെവി തിന്നും. ഏയ്, സുമിത്ര അത്തരം ഒരു സ്വഭാവക്കാരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മായിക്കെന്താ, ഈ സൈസിനെയൊക്കെ എനിക്കറിയാം. ഇപ്പം മര്യാദയ്ക്ക് നിൽക്കേണ്ടത് അവരുടെ ആവശ്യമാണ്. സുമിത്രയ്ക്ക് മഷിയിട്ട് നോക്കിയാൽ ഇതുപോലൊരു പയ്യനെ കിട്ടുമോ? ഇല്ല, ഒരിക്കലും കിട്ടില്ല. അപ്പൊ കെട്ട് കഴിയുന്നതൊരു മര്യാദ. അത് കഴിഞ്ഞാൽ പുത്തനച്ച് പരപ്പുറം തൂക്കും. അതെ അതെ, ഏതായാലും ഞങ്ങൾ കൂടെ പോയതുകൊണ്ട് അളിയന് നഷ്ടമൊന്നും ഉണ്ടായില്ലല്ലോ, ലാഭമേ ഉണ്ടായുള്ളൂ. നിനക്ക് പുച്ഛമായിരുന്നല്ലോ ഞങ്ങളെ കൊണ്ടുപോകാൻ. കൊണ്ടുപോയത് കൊണ്ടിപ്പോ പണം മുടക്കാതെ നല്ലൊരു വീട് കൈ കിട്ടും. വീടോ? ആ, ഞങ്ങളതങ്ങ് തുറന്നു പറഞ്ഞു. അങ്ങേർക്ക് മൊത്തം 3 മക്കള്. ഇളയ പെണ്ണ് അവളുടെ തന്നിഷ്ടത്തിന് ഇറങ്ങിപ്പോയി. പയ്യനാണെങ്കിൽ ജയിലിലും. അപ്പൊ പിന്നെ ആർക്കായി ഈ വീട് ഇട്ടിരിക്കുന്നത്? അത് സുമിത്രയുടെ പേരിൽ എഴുതി കൊടുക്കാൻ ഞങ്ങളങ്ങ് തുറന്നു പറഞ്ഞു. എന്ത് വൃത്തികേടാ നിങ്ങൾ ഈ കാട്ടിയത്? ഇതുകൊണ്ട് തന്നെയാ വരണമെന്ന് പറഞ്ഞപ്പോ ഞാൻ ഒഴിവാക്കാൻ ശ്രമിച്ചത്. എനിക്കറിയാം പറയാൻ പാടില്ലാത്ത എന്തെങ്കിലും വിളിച്ചു പറയുമെന്ന്. കഷ്ടം. നീ എന്തിനാ ദിലീപ് ഇങ്ങനെ നടന്ന് തുള്ളുന്നത്? ഞങ്ങളെന്താ വേണ്ടാത്ത വല്ലതും പറഞ്ഞു? നിന്റെ ഭാവിയെ കരുതിയാ ഇവരെങ്ങനെ പറഞ്ഞത്. ഇക്കാലത്ത് നന്മയെ ശ്രമിച്ചാ അതും ഒരു കുറ്റമാവും. ദയവ് ചെയ്ത് ഇത്തരം നന്മകൾ എനിക്ക് ചെയ്തു തരല്ലേ. സ്ത്രീധനം വേണമെങ്കിൽ അത് ഞാനാ ചോദിക്കേണ്ടത്, അല്ലെങ്കിൽ ഞാനാ നിങ്ങളോട് ചോദിക്കാൻ പറയേണ്ടത്. ഇത് എന്നോടൊരു അക്ഷരം പോലും പറയാതെ. നിന്റെ നിലയ്ക്കും വിലയ്ക്കും അനുസരിച്ച്
വീട് പെണ്ണിന് കിട്ടണമെന്ന് പറഞ്ഞു. എന്താ അതൊരു തെറ്റാണോ? എങ്കിൽ ഞാൻ ഇനി ഒരു അക്ഷരം മിണ്ടുന്നില്ല. അളിയാ, ഗൾഫിൽ പോയി 10 പുത്തനുണ്ടാക്കിയെന്ന് കരുതി എന്നും ഗൾഫിൽ പണി ഉണ്ടാവുമെന്ന് കരുതരുത്. നാട്ടിൽ വന്ന് സ്ഥിരമായി നിൽക്കുമ്പോഴും ജീവിക്കാനായിട്ടൊരു പണി വേണ്ടേ? വേണ്ട, സ്ത്രീധനം ഒന്നും നമുക്ക് വേണ്ട. അഥവാ അവനൊന്നും കൊടുത്തില്ലെങ്കിൽ തന്നെ പെണ്ണിന് ജോലിയുണ്ടല്ലോ. ഇക്കാലത്ത് ജോലിയുണ്ടൊന്നും ഒരു കാര്യമില്ലമ്മേ. അല്ലെങ്കിൽ തന്നെ ജോലിയുള്ളവരെല്ലാം സ്ത്രീധനം കൊടുക്കാണോ പെൺകുട്ടികളെ കെട്ടിച്ചു വിടുന്നത്? ദേ, 5 പൈസ സ്ത്രീധനം തന്നില്ലെങ്കിലും ഞാൻ ഈ വിവാഹത്തിന് തയ്യാറാവും. കാരണം ഞാൻ ആഗ്രഹിച്ച സുമിത്രയെ മാത്രമാണ്, അല്ലാതെ അവളുടെ സ്വത്തിനെ അല്ല. ഹേ, ഇക്കാലത്ത് നല്ലത് ചെയ്താലും പറഞ്ഞാലും ചിലർക്ക് പിടിക്കൂല. വിനാശകാലേ വിപരീത ബുദ്ധി. യവൻ ഈ കാലഘട്ടത്തിൽ ജനിക്കേണ്ടതൊന്നുമല്ല. നമുക്കെന്താ, തന്നിഷ്ടത്തിന് ഓരോന്ന് ചെയ്യട്ടെ, എന്നിട്ട് അതിന്റെ ഫലം അവൻ തന്നെ അനുഭവിച്ചോട്ടെ. ഒക്കെ അമ്മയുടെ പിടിപ്പേടാ. എന്താണ് അത്യാവശ്യം കാണണമെന്ന് പറഞ്ഞ? മനസ്സറിയാതെയാണ് ഓരോരോ പ്രശ്നങ്ങളിൽ ചെന്ന് വീഴുന്നത്. എന്തു പറ്റി? പ്രേമെന്ന് വീട്ടിൽ വന്നപ്പോൾ തന്നെ എൻ്റെ അളിയന്മാരുടെ ക്യാരക്ടർ ഏതാണ്ട് പിടികിട്ടിരിക്കുമല്ലോ. ആ, അവരെന്ത് ചെയ്തു? ചെയ്യരുതാത്തത് തന്നെ. രണ്ടിൻ്റെയും നേച്ചർ അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഈ ബന്ധത്തെപ്പറ്റി പറയാതിരുന്നത്. അറിഞ്ഞപ്പോൾ ഉടൻ കാരണവന്മാരുടെ ഫാൻസി ഡ്രസ്സ് വിട്ട് പെണ്ണ് കാണാൻ പോകണമെന്ന് നിർബന്ധമായി. ഗതി കെട്ടാൻ ഞാൻ സമ്മതിച്ചത്. അത് പ്രശ്നമായി. എന്താണ് ഉണ്ടായത്? ഇനി എന്തുണ്ടാകാൻ? ശങ്കർജി സാറിൻ്റെ മുഖത്ത് നോക്കി വളരെ ഓപ്പണായി സ്ത്രീധനം ചോദിച്ചു. ഛെ, ഞാൻ വാടക വീട്ടിലാണ് താമസം, സ്വന്തമായി വീടില്ല. അതുകൊണ്ട് അവരുടെ ടൗണിലെ വീട് സുമിത്രയുടെ പേർക്ക് എഴുതി കൊടുക്കണമെന്ന്. അത് വേണ്ടിയിരുന്നില്ല. സുമിത്രയും ശങ്കർജി സാറും അതെങ്ങനെയാവും എടുത്തിരിക്കുന്നതെന്നറിയില്ല. ഇത്രയും നാൾ മാന്യനായി നടന്നിട്ട് സ്വയം ചോദിക്കാൻ നാണക്കേടായതുകൊണ്ട് അളിയന്മാരെ കൊണ്ട് ചോദിപ്പിച്ചു എന്നല്ലേ വിചാരിക്കൂ. തനിക്കറിയാമല്ലോ, ഞാൻ ഇന്ന് വരെ സ്ത്രീധനത്തെപ്പറ്റി എന്തെങ്കിലും എപ്പോഴെങ്കിലും മെൻഷൻ ചെയ്തിട്ടുണ്ടോ? എന്നിട്ടിപ്പോൾ ഒടുവിൽ ഇതിനെപ്പറ്റി ഒരു സ്റ്റഡി ക്ലാസ് കൊടുത്തിട്ട് കൊണ്ടുപോകായിരുന്നു. സ്റ്റഡി ക്ലാസ്സോ? അപാരമായ ജീവിതാനുഭവമുള്ള കാരണവന്മാർക്കാണോ സ്റ്റഡി ക്ലാസ്? ഞാൻ വാടക വീട്ടിലാണ് താമസം എന്നവർ പറഞ്ഞല്ലോ. അവരും ഭാര്യമാരും കൂടി എനിക്കുണ്ടായിരുന്നതെല്ലാം കണക്ക് പറഞ്ഞ് വാങ്ങിച്ചിട്ട് ഇപ്പോൾ എനിക്ക് വീടുണ്ടാക്കി തരാൻ ഇറങ്ങിയിരിക്കുന്നു. എന്തൊരു സ്നേഹം! എന്നിട്ട് ശങ്കർജി സാർ എന്ത് പറഞ്ഞു? അദ്ദേഹം മാന്യനായതുകൊണ്ട് റിയാക്ട് ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ എനിക്കാകെ ഒരു ജാള്യത. ഇനി ഞാൻ എങ്ങനെ അവരുടെ മുഖത്ത് നോക്കും? ആകെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവില്ലേ? ഏയ്, സാറിനും സുമിത്രയ്ക്കും ദിലീപിന് എത്രയോ കാലമായി അറിയാം. വിവരമില്ലാതെ നിന്റെ അളിയന്മാരെന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് അതിൻ്റെ പിന്നിൽ താനാണെന്നൊന്നും അവർ വിചാരിക്കില്ലടോ. ടെൻഷനാവാണ്ടിരിക്കേ. സുമിത്രയുടെ സെക്കൻഡ് മാരേജ് ആയതുകൊണ്ട് ചോദിക്കുന്ന സ്ത്രീധനം കിട്ടുമെന്നും അത് അപ്പാടെ അങ്ങ് വിഴുങ്ങാന്നുമാണ് 2 ഫോൾസിൻ്റെയും കണക്കൂട്ടൽ. കൊടുക്കുന്നുണ്ട് ഞാൻ ഒരായുഷ്കാലത്തേക്ക് മുഴുവനുള്ളത്. സാരമില്ലടോ, വിട്ട് കള. അങ്ങനെ നിസ്സാരമായി ഒഴിവാക്കാൻ പറ്റില്ല പ്രേമിത്. എൻ്റെ അഭിമാനത്തിൻ്റെ പ്രശ്നമാണ്. താൻ എന്നെ സഹായിച്ചേ പറ്റൂ. ഞാൻ എന്ത് ചെയ്യണം? ശങ്കർജി സാറിനോട് സുമിത്രയോട് സംസാരിക്കണം. സത്യം ബോധ്യപ്പെടുത്തണം. അവർക്ക് യാതൊരു തെറ്റിദ്ധാരണ ഉണ്ടാവില്ല ദിലീപേ. ഞാനല്ലേ പറയുന്നത്. ശരിയാവാം. സ്റ്റിൽ എൻ്റെ ഒരു സമാധാനത്തിന് പ്ലീസ്. ശരി. അങ്ങനെ ഡൈവേഴ്സ് പ്രശ്നം ഒരു കടവിലെടുക്കാറായി. ഇനി പ്രസാദിന് കോടതിയിൽ ഹാജരാകാൻ
സമൻസ് പോകേണ്ട താമസം മാത്രം. നാശം. അതൊന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതിയായിരുന്നു. അതിനി വൈകില്ല മോനെ. ഇനി വിവാഹ തീയതി തീരുമാനിക്കണം. അതാണ് പ്രധാന കാര്യം. ഇനി അത് നീട്ടിക്കൊണ്ട് പൊയ്ക്കൂടാ. ഏറ്റവും അടുത്തുള്ളൊരു തീയതി ഇപ്പോഴേ നോക്കി വെക്കണം. ആ പിന്നെ കഴിഞ്ഞ ദിവസം ദിലീപിൻ്റെ കൂടെ 2 അളിയന്മാർ വന്നിരുന്നു സുമിത്രയെ കാണാൻ. പെണ്ണ് കാണൽ ചടങ്ങ്. പക്ഷേ പെണ്ണ് കാണുന്നതിനേക്കാൾ അവർക്ക് താല്പര്യം സ്ത്രീധനം എത്ര കൊടുക്കുമെന്നറിയാനാണ്. ഒരുതരം താരന്താണ ചോദ്യങ്ങൾ. ദിലീപിന് സ്വന്തമായി വീടില്ല. അതുകൊണ്ട് നമ്മുടെ വീട് സുമിത്രയുടെ പേരിൽ എഴുതി വയ്ക്കണമെന്നാണ് പ്രധാന ഡിമാൻഡ്. അതിനെന്താ, നമുക്കെതിരില്ലല്ലോ. എഴുതി വയ്ക്കാമെന്ന് അച്ഛൻ സമ്മതിച്ചില്ലേ? അങ്ങനെ വാക്കൊന്നും കൊടുത്തിട്ടില്ല. നിന്നോട് കൂടി ചോദിക്കാതെ ഞാൻ സമ്മതിക്കുമോ? നിനക്ക് കൂടി അവകാശപ്പെട്ട വീടല്ലേ അത്? ഓ, അവകാശം. അതൊന്നും പ്രശ്നമേ അല്ല. സുമിത്രേച്ചിയുടെ ജീവിതം രക്ഷപ്പെടാൻ വേണ്ടി എന്തു കൊടുക്കാനും നമ്മൾ തയ്യാറല്ല അച്ഛാ. പിന്നെ സമ്മതം ചോദിക്കാൻ ഒരാളേ ഉള്ളൂ. പക്ഷേ അദ്ദേഹം വളരെ ഉയരത്തിലായി പോയില്ലേ, സിനിമാതാരായി പോയില്ലേ. ഈ ഇത്തിരി പറമ്പിനും അതിലൊരു കൊച്ചു വീടിനും അവകാശം പറഞ്ഞ് യമുനേച്ചി വരുമെന്ന് അച്ഛന് തോന്നുന്നുണ്ടോ? അവർ ഈ വീട് തന്നെ മറന്നു കഴിഞ്ഞിട്ട് മാസം എത്രയായി? വീട് സുമിത്രേച്ചിയുടെ പേരിൽ എഴുതുന്ന കാര്യം സമ്മതമാണെന്ന് അച്ഛൻ ദിലീപേട്ട അളിയന്മാരോട് പറഞ്ഞേക്ക്. എങ്ങനെയും ഈ വിവാഹം നടക്കണം. നമുക്കതാണ് ആവശ്യം. നിനക്ക് കൂടി സൗകര്യമുള്ള ഒരു ഡേറ്റ് വേണം തീരുമാനിക്കാൻ. അത് വളരെ ബുദ്ധിമുട്ടാവും. ചേച്ചിയുടെ വിവാഹമൊന്നും ഈ കുറ്റവാളികളുടെ ലോകത്തിൽ പരിഗണിക്കില്ല. അതുകൊണ്ട് എൻ്റെ കാര്യം വിട്ടേക്കച്ച. സാരമില്ല അച്ഛ. കല്യാണ ദിവസം അഥവാ എനിക്ക് വരാൻ പറ്റിയില്ലെങ്കിലും ഞാൻ നിരാശനാവില്ല. മനസ്സിൽ ആ താലികെട്ട് ഞാൻ കാണും, ഗംഭീരമായി തന്നെ. അതിനുള്ള ട്രെയിനിങ്ങൊക്കെ എനിക്കിവിടുന്ന് കിട്ടുന്നുണ്ട്. സ്വപ്നം കാണാനുള്ള ട്രെയിനിങ്. അതുപോട്ടെ, സുമിത്രേച്ചി എന്ത് പറയുന്നു? മൂഡ് ഓഫൊക്കെ മാറിയില്ലേ? എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് സുമിത്രേച്ചി ഒന്ന് കാണണമെന്നുണ്ട് അച്ഛാ. സമയം കിട്ടുമ്പോൾ ഒന്നിങ്ങോട്ട് വരാൻ പറയണം. കുറേ സംസാരിക്കാനുണ്ട്. ഞാൻ പറയാം. പോട്ടേടാ.